ചെങ്ങമരെ ഇന്നലെ വേടന്റെ ആർഗ്യുമെന്റിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സനാതനധർമ്മത്തെ കുറിച്ച്, സനാതനധർമ്മത്തിലെ അടിമകളാണ് പട്ടികജാതി വിഭാഗക്കാരെന്ന് പറയുമ്പോൾ അത് സനാതനധർമ്മത്തെ കുറിച്ച് ആദ്യം പഠിക്കാനെങ്കിലും ശ്രമിക്കാം, എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പഠിക്കാം. അപ്പം ഞാനൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്കൊന്നും ഒരു സനാതനധർമ്മത്തെക്കുറിച്ച് എന്താ പറയുക, ആ ധർമ്മത്തെക്കുറിച്ച് അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും ഡീപ്പാണ്. നമുക്കതിന്ന് ഏതെങ്കിലും ഒരു തത്വം എടുത്തിട്ട് നമുക്ക് ജീവിച്ചു പോവാം. ഏതെങ്കിലും ഒരു തത്വം എടുത്തിട്ട്, ഒരു തത്വം നമുക്ക് ശബരിമലയിൽ തന്നെ ഉണ്ട്. അയ്യപ്പൻ പറഞ്ഞ പോലെ തത്വമസി, സിമ്പിളായിട്ട് അയ്യപ്പൻ പറഞ്ഞു പോയി, മക്കളെ നിങ്ങൾ ഇത് നോക്കിക്കോന്നാ പറഞ്ഞത്, നിങ്ങൾ ഈ മൂട് പിടിച്ചോന്നാ പറഞ്ഞത്. അപ്പോൾ തത്വമസി അതാ പറയണേ, അത് നീയാകുന്നു. 41 ദിവസത്തെ വ്രതം എടുത്തിട്ട് ശബരിമലയിൽ പോണേ ഒരു അയ്യപ്പനത് മനസ്സിലാവും എന്താണ് സനാതനം എന്ന്. സനാതനത്തിൽ പെടുന്ന ആൾക്കാരാണ് ഈ അയ്യപ്പൻ എല്ലാവരും. ഇവിടെ എല്ലാവരും ഉണ്ട്. അതിൽ ഞങ്ങൾക്ക് 30 മുക്കോടി ദേവതകളുണ്ട്. 30 മുക്കോടി ദേവതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മനുഷ്യരുണ്ടോ അത്രയും മനുഷ്യർക്ക് വേണ്ട ദേവതകൾ വേണമെങ്കിൽ ഞങ്ങൾ ഇനി ഉണ്ടാക്കുകയും ചെയ്യും. അതൊക്കെ സനാതന ധർമ്മത്തിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ കാര്യമാണ്. താങ്കൾ അതിന് പുറത്താണോ അല്ലെങ്കിൽ താങ്കൾ അതിനകത്താണോ, താങ്കൾ എന്താണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അതിനെക്കുറിച്ച് അതിൻ്റെ അടിമകളാണ് ഇന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ട് ആ ആൾക്കാരെ പ്രത്യേക സ്നേഹം വാങ്ങിക്കാനാണെങ്കിൽ താങ്കളുടെ ശ്രമം എന്നുണ്ടെങ്കിൽ താങ്കൾ അത് ചെയ്യുന്നത് തികച്ചും ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കളൊരു പാട്ടുകാരനാണ്, താങ്കളൊരു നല്ലൊരു ആർട്ടിസ്റ്റാണ്, താങ്കളുടെ പാട്ട് എനിക്കും ഇഷ്ടമാണ്. തൻ്റെയൊക്കെ പാട്ട് കേട്ടിട്ടാണ് നമുക്കൊക്കെ കുറച്ച് തന്നെ ഒരു വിപ്ലവം അല്ലെങ്കിൽ ഒരു സാധനമൊക്കെ വരുന്നത്. എന്നിട്ട് താനിപ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസങ്ങൾ ഇങ്ങനെയാണ്, നമ്മുടെ കൂടെ നടക്കുന്നവരെങ്ങനെയാണ്, നമ്മുടെ കൂട്ടത്തിലുള്ളവരെങ്ങനെയാണെന്നൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പക്ക ആരൊക്കെയോ തന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത്. അങ്ങനെ ആരൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് വരെ നമുക്കറിയില്ല. തനിക്ക് സനാതനത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടൊരു സാധനം ഞാൻ പറഞ്ഞുതരാം. ഈ ബുക്ക് കണ്ട ഭഗവത്ഗീതയാണിത്. ഇത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒരു പ്രാവശ്യം സിമ്പിളായിട്ടൊന്ന് വായിച്ച് പഠിക്കുക. ഇത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും സിംപ്ലി സനാതനം എന്താണ്, അല്ലെങ്കിൽ എന്താണ്. ഞാൻ പറയാൻ ആരുമല്ല, സനാതനത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആരുമല്ല. നിങ്ങൾക്ക് കൂടുതലായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കേൾക്കണവർക്ക് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരും. കാരണം സനാതനത്തെക്കുറിച്ച് വിവരമില്ലാതെ ഇങ്ങനെയുള്ള ആർഗ്യുമെന്റ്സ് വരുമ്പോൾ ഇങ്ങനെ ഇനി മിണ്ടാതിരിക്കാനൊന്നും പറ്റില്ല. ഇനി യൂത്തിന് മിണ്ടാതിരിക്കാനൊന്നും പറ്റില്ല. എങ്ങനെ മിണ്ടാതിരിക്കുക? വേടനെ പോലെ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വരെ സനാതനം ഇങ്ങനെയാണ്, സനാതനം അങ്ങനെയാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സനാതനം അന്വേഷിച്ചിട്ട് സനാതന ധർമ്മത്തെക്കുറിച്ച് പഠിക്കാൻ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം വിദേശികളായിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് അത് പഠിച്ചു പോകുമ്പോൾ ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരരാണെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന മലയാളി കൂട്ടത്തിലെ ഓരോരുത്തർ അല്ലെങ്കിൽ മലയാളി കൂട്ടത്തിലത്തെ ഓരോ സമൂഹത്തിലെ ഓരോ മനുഷ്യർ സനാതനം അങ്ങനെയാണ്, സനാതനം ഇങ്ങനെയാണ്, ഹിന്ദുക്കൾ അങ്ങനെയാണ്, ഹിന്ദുക്കൾ ഇങ്ങനെയാണ്. എന്താണ് മാഷേ, ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ? ശങ്കരൻ്റെ നാടാ, ശ്രീനാരായണ ഗുരുവിൻ്റെയും നാടാ, അയ്യങ്കാളിയുടെയും നാടാ. ആ നാട്ടിൽ നിന്ന് തന്നെ വേണം. ഒരുപാട് പേരുണ്ട് കേട്ടോ പറയാൻ, ഒരുപാട് പേരുണ്ട് പറയാൻ. എനിക്ക് ആ പേരെന്നെ എടുത്തിട്ട് പറയാനറിയില്ല. അത്രയും മഹാത്മാക്കൾ ജനിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. എന്നിട്ട് ആ നാട്ടിൽ നിന്നാണ് സനാതനത്തെക്കുറിച്ചുള്ള ഈ ഭാഷയൊക്കെ വരുന്നത്. താൻ എന്ത് പഠിച്ചുകൊണ്ടാണെന്നറിയില്ല. എന്തായാലും തെറ്റ് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരുത്താൻ നോക്കുക. ഇനിയില്ല ജാതീയമായിട്ട് എല്ലാവരെയും വിഭജിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് ശ്രമം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ദാറ്റ്സ് യുവർ ചോയ്സ്. നമുക്ക് നോക്കാം. ഹർ ഹർ മഹാദേവ്.